Hi friends, നമസ്കാരം അച്ഛന്മാരെ ഏവർക്കും UNNISTECH വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയായിരിക്കും ഇന്ന് കാണാൻ പോകുന്ന ഈ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ഇൻസുലേഷൻ ടെസ്റ്ററുകളെ പറ്റിയാണ് പരിചയപ്പെടുന്നത്. രണ്ട് കമ്പനികളുടെ രണ്ട് ബ്രാൻഡുകളുടെ ഇൻസുലേഷൻ ടെസ്റ്ററുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇൻസുലേഷൻ ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകില്ല എന്താണ് ഇൻസുലേഷൻ ടെസ്റ്റർ എന്നുള്ളൊരു ആകാംക്ഷ ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ മെഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ആ മെഗറിന്റെ സെയിം സെറ്റപ്പ് തന്നെയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. രണ്ടും ടെസ്റ്റ് ചെയ്യുന്നത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ്. പക്ഷേ മെഗർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ആദ്യകാലങ്ങളിൽ ഒരു ഇൻസുലേഷൻ ടെസ്റ്റർ ഇറക്കിയ ഒരു ബ്രാൻഡാണ് മെഗർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മെഗർ എന്ന് പറയുന്ന പേര് മനുഷ്യരിലേക്ക്, അതായത് ടെക്നീഷ്യന്മാരിലേക്ക് കൂടുതൽ ആഴ്ന്നു പോവുകയും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റർ എന്ന ആ പേര് മാറി മെഗർ എന്ന വാക്കിലേക്ക് ആ പേര് ചുരുക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. പല ടെക്നീഷ്യന്മാരും പറയാറുണ്ട് എന്ത് ഫാൾട്ട് ഉണ്ടെങ്കിലും എനിക്കിതാ ഒരു ടെസ്റ്ററും ഒരു ടെസ്റ്റ് ലാബും മതിയെന്ന്. അവരോടല്ല എനിക്ക് പറയാനുള്ളത്. ആ തരത്തിലുള്ള ആൾക്കാരോട് പിന്നെ പ്രത്യേകിച്ച് യാതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ ആ രീതിയിൽ തന്നെ ആയിരിക്കും. അവർ ആ ടെസ്റ്റ് ലാബും ടെസ്റ്ററും കൊണ്ട് എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ. പക്ഷെ നമ്മളൊരു പ്രൊഫഷണൽ ജോബിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ട ഒരു എക്യുപ്മെന്റ് ഒന്നാണ് ഇൻസുലേഷൻ ടെസ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് മെഗർ വാല്യൂ കൃത്യമായിട്ട് അറിയാം. അതായത് ഒരു വയറിന്റെ അല്ലെങ്കിൽ ഒരു കേബിളിന്റെ മെഗർ വാല്യൂ കൃത്യമായിട്ട് അറിയുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടിന്റെ മെഗർ വാല്യൂ കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ് ഈ ഇൻസുലേഷൻ ടെസ്റ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ മെഗർ വാല്യൂ നമ്മൾ അളന്ന് എത്രത്തോളം ഉണ്ട്, നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് 100% സത്യത്തോടെ ഉറപ്പോടെ നമുക്ക് പറയാൻ കഴിയുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് നമ്മുടെ ഇൻസുലേഷൻ ടെസ്റ്റർ എന്ന് പറയുന്നത്. ഇന്ന് രണ്ട് കമ്പനിയുടെ ഇൻസുലേഷൻ ടെസ്റ്ററുകൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ വാങ്ങിയത് തന്നെയാണ്. വീട്ടിലെ കാര്യം അറിയാല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോൾ ഗ്രൂപ്പിലൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ കേട്ടാണല്ലോ ബഹളം. അപ്പോൾ അതുകൊണ്ട് വീട്ടിലിരുന്നൊന്നും വീഡിയോ ചെയ്യൽ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളുമായിട്ട് നേരെ ഓഫീസിലേക്ക് പോകുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻസുലേഷൻ ടെസ്റ്ററുകളാണ് ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് മെക്കോന്റെ സീരീസും അതുപോലെ തന്നെ മെട്രാവിയുടെ സീരീസും. രണ്ടിനെ പറ്റിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അഴിച്ച് ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടി പറയുന്നത് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പ്രയോജനപ്പെടുക എന്ന് വെച്ചാൽ നമ്മുടെ ട്രിപ്പിംഗ് ഫാൾട്ടുകളിലാണ്. RCCB ട്രിപ്പിംഗ് അല്ലെങ്കിൽ LCB ട്രിപ്പിംഗ്. LCB നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ. ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് RCCB ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആ പരിഹാരം കാണാനായിട്ട് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഈ ഇൻസുലേഷൻ ടെസ്റ്റർ എന്ന് പറയുന്നത്, ഡിജിറ്റൽ ഇൻസുലേഷൻ ടെസ്റ്റർ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നവരൊക്കെ ഉണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ന്യൂട്രൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ട്രിപ്പിങ്ങിൽ നിന്നൊന്നും പരിഹാരം കാണാനായിട്ടൊന്നും സാധിക്കത്തൊന്നുമില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ട്രിപ്പിംഗ് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ മെക്കോ സീരീസിന്റെ ആണ്. നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള എക്യുപ്മെന്റ്സ്, അതേപോലെ തന്നെ മെഷറിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ മെക്കോ സീരീസിന്റെ ഡിജിറ്റൽ മീറ്റർ ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതെല്ലാം ഇറക്കുന്ന ഒരു കമ്പനിയാണ്, ഇന്ത്യൻ മേക്ക് തന്നെയായിട്ടുള്ള ഒരു കമ്പനിയാണ്. ലോ പ്രൈസിൽ അത്യാവശ്യം ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ഇറക്കുന്ന ഒരു കമ്പനിയാണ് മെക്കോന്റെ. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. മെക്കോന്റെ DIT99 BLC എന്ന് പറയുന്ന മോഡലാണ് കേട്ടത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. അതിനിടയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തേക്കണം ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പൊ ഇത് അടുത്തതായിട്ട് അതേപോലെ തന്നെ മെട്രാവിന്റെ DIT321 എന്ന് പറയുന്ന മോഡൽ. ഈ മോഡൽ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ കമന്റും കൂടി ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് കിടക്കാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ പ്രോഡക്റ്റിനെ പറ്റിയും പഠിക്കാം. അപ്പോൾ വരെ ആദ്യമായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് MECOന്റെ ഡിജിറ്റൽ ഇൻസുലേഷൻ ടെസ്റ്റർ ആണ്. അപ്പോൾ ഇതാണ് കാണുന്ന പ്രോഡക്റ്റ്. അതിനെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം നോക്കാം. ഇതേപോലെ ഒരു ബ്ലാക്ക് കേസിൻ്റെ അകത്താണ് നമുക്ക് ഈ ഇൻസുലേഷൻ ടെസ്റ്റർ വരുന്നത്. ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്താണ് കേട്ടോ, മാസം കുറച്ചായി കൈയിരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ വെച്ചൊരു ഡിസ്പ്ലേ ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ മോഡൽ നമ്പർ ആയിട്ടുള്ള DIT99 BLC എന്ന് പറയുന്ന മോഡൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ വോൾട്ടേജ് റേറ്റിംഗ് 500 വോൾട്ടാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മാക്സിമം മെഗർ വാല്യൂ എന്ന് പറയുന്നത് 200 മെഗോം ആണെന്നുള്ള കാര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് രണ്ട് പ്രോബുകൾ കണക്ട് ചെയ്യാനുള്ള സ്പോട്ടുകളുണ്ട്. അതായത് നെഗറ്റീവ് അതേപോലെ പോസിറ്റീവ്. ഈ സൈഡിലായിട്ട് ഡിജിറ്റൽ ഇൻസുലേഷൻ ടെസ്റ്റർ, അതേപോലെ തന്നെ ഒരു ടെസ്റ്റ് ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ടെസ്റ്റ് ബട്ടൺ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ വരുന്ന കാണാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്.
അതായത് നമ്മൾ രണ്ട് പ്രോബുകൾ കണക്ട് ചെയ്ത് നമ്മുടെ കേബിളിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതിന് അക്രോസ് ആയിട്ട് ഒരു 500 വോൾട്ട് കടന്നുപോവുകയും ഈ രണ്ട് പോയിന്റിൽ നിന്നും 500 വോൾട്ട് കടന്നുപോവുകയും ആ സർക്യൂട്ടിലെ മെഗർ വാല്യൂ എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാനും സാധിക്കും. ഇപ്പോൾ 1 ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഇൻഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു റേഞ്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടി ഇവിടെ നോട്ട് വെച്ചിട്ടുണ്ട്. ഡു നോട്ട് ഇൻപുട്ട് എനി വോൾട്ടേജ്. അതായത് നമ്മൾ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന പോലെ ഇതിൻ്റെ അകത്ത് രണ്ട് പ്രോബുകൾ കണക്ട് ചെയ്ത് നേരെ കറണ്ടിൽ കൊണ്ടേ കുത്തരുത് എന്നുള്ളത് അർത്ഥം. കുത്തിയാൽ അപ്പോൾ തീരുമാനമായിക്കോളും. ഇനി പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് നമുക്ക് ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതാ ഇവിടെ ബാറ്ററി സൈഡ് നമുക്കൊന്ന് അയച്ചു നോക്കാം. എന്ത് കണ്ടാലും അയച്ചു നോക്കൽ നമ്മുടെ ഒരു പരിപാടിയാണല്ലോ. എന്താണ് എൻ്റെ സൈഡിലുള്ളതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ബാക്കിൽ കൃത്യം നമ്മുടെ 6 ബാറ്ററികളാണ്, AA ടൈപ്പ് 6 ബാറ്ററികളാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര വോൾട്ടായി? 3, 3, 6, 3, 9 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ കണക്ട് ചെയ്തിട്ടും ഇതിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. പവർ കണക്ട് ചെയ്ത് 9 വോൾട്ടിൻ്റെ DC അഡാപ്റ്റർ കണക്ട് ചെയ്താലും ഇതിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ആ സമയത്ത് ബാറ്ററി വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അത് ഒരു ചാർജറായിട്ട് ഉള്ള സംഭവമാണെന്ന് കരുതരുത്. നമുക്ക് ബാറ്ററി ഇങ്ങോട്ട് ചാർജ് ചെയ്യാന്ന് കരുതരുത്. അത് കൃത്യമായിട്ടും ആ ഒരു സപ്ലൈ കൊടുത്തുകൊണ്ട്, സപ്ലൈ ഉള്ള സ്ഥലത്ത് നമുക്ക് സപ്ലൈ കൊടുത്തുകൊണ്ട് ഇതിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ക്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി അടുത്ത പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ 2 കണക്റ്റിംഗ് പ്രോബുകൾ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ഇതിലേക്ക് കണക്ട് ചെയ്യാനും അതേപോലെ തന്നെ ഈ പ്രോബുകൾ നമുക്ക് കേബിളിലേക്ക് കണക്ട് ചെയ്ത് ഇതെങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഡിജിറ്റൽ ടെസ്റ്ററിൽ ടെസ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ മച്ചാന്മാരെ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാൻ മറന്നുപോയി. പ്രൈസ് എന്ന് പറയുന്നത് 2350 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 500 വോൾട്ടിൻ്റെ MECO സീരീസിൽ 2500 രൂപയാണ് പ്രൈസ്. നമുക്ക് സാധാരണ ഹൗസ് വയറിംഗ് ഒക്കെ ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ്. വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വാല്യൂ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് ഇത്. നമുക്കിനി അടുത്ത് നോക്കാം. അടുത്തത് മെട്രാവിയുടെ D80-321 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഒരു ഡിജിറ്റൽ ഇൻസ്റ്റലേഷൻ ടെസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം. ഇതിൽ പ്രധാനമായിട്ടും ഇവിടെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിക്കോട്ടെ. അതിനകത്ത് പ്രധാനമായിട്ടും റെസിസ്റ്റൻസ് വാല്യൂ അതേപോലെ തന്നെ കപ്പാസിറ്റൻസ് ചെക്കിങ്, ഫ്രീക്വൻസി ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് താഴത്തേക്ക് ചെല്ലുമ്പോൾ പറയാം. ഓക്കെ, ഇതേപോലെ ക്യൂട്ടായിട്ടുള്ളൊരു ബാഗിലാണ് ഇത് വരുന്നത്. അതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് അതിലും വലിയൊരു ബാഗ്. ഇതിൻ്റെ കേസോടുകൂടി തന്നെയാണ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ്. ഇതിന് നമുക്ക് 2 സൈഡിൽ ലോക്ക് ഉണ്ടാൽ ലോക്ക് വെച്ച് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്താലാണ് നമ്മുടെ പ്രോഡക്റ്റ് അടിപൊളിയായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇത് ഒരു ടാഗാണ്. നമുക്ക് ഈ 2 സൈഡിൽ ഹുക്കിലിട്ടിട്ട് നമുക്ക് തൂക്കിയിടാം, മേത്തൊന്നും പൊള്ളാണ്ടിരിക്കാൻ, താഴത്ത് പോകാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ കൂട്ടത്തിൽ വന്നുള്ളത് ഇതൊരു ടാഗാണ്. ഇത് നമുക്കിവിടെ സൈഡിൽ ഹുക്ക് ചെയ്യാം. നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. നമുക്ക് തലവഴിയൊക്കെ ഇട്ട് വെക്കാം. ഇതിട്ടേച്ചും മേത്തോട്ട് ലോക്ക് ചെയ്ത് വെക്കാം. ഇനി അതേപോലെ തന്നെ പ്രോബുകളാണ്. ഇവിടെ ഒരു സെറ്റ് പ്രോബ്, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട അതുപോലെ തന്നെയുള്ള മറ്റൊരു കണക്ഷൻ. അതിൽ നമുക്ക് ഈ പ്രോബ് ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ സാധാ പ്രോബുകൾ. ഓക്കെ, 2 പ്രോബുകളാണ് അഡീഷണൽ ആയിട്ടുള്ളത്. ഇനി മറ്റതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് 250 വോൾട്ട്, 500 വോൾട്ട്, 1000 വോൾട്ട് റേഞ്ചിലാണ് ഇതിൻ്റെ സീരീസിൽ വരുന്നത്. നമുക്ക് 250 വോൾട്ടിൽ ചെക്ക് ചെയ്യാം, 500 വോൾട്ടിൽ ചെക്ക് ചെയ്യാം, 1000 വോൾട്ടിൽ ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പ്രോഡക്റ്റിൽ നമുക്ക് 500 വോൾട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇവിടെ 250, 500, 1000 വോൾട്ട് വരെ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അടുത്ത മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതവിടെ കൃത്യമായിട്ടും റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഡയോഡ് ചെക്ക് ചെയ്യാം. ബീപ്പ് ടെസ്റ്റ് നമുക്ക് നടത്താം, ഷോർട്ട് ആണെന്നുള്ളത്. അടുത്തായിട്ട് കപ്പാസിറ്റൻസ് ചെക്കിംഗ് ആണ്. നമുക്ക് കപ്പാസിറ്റൻസ് വാല്യൂ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഫ്രീക്വൻസി ചെക്കിംഗ് ആണ് അടുത്ത മോഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ലെവലാണ്.
അതിൻ്റെ അടുത്ത മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് വോൾട്ടേജ് ആണ്. DC വോൾട്ട് ലെവൽ എത്രയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മില്ലി വോൾട്ട് റേഞ്ചാണ് കാണിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തതിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് AC വോൾട്ടും ഫ്രീക്വൻസി ലെവലുമാണ്. വോൾട്ടേജും ഫ്രീക്വൻസി ലെവലും നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത് മില്ലി ആംബിയറാണ്, AC മില്ലി ആംബിയർ ചെക്കിങ്. അത് നമുക്ക് അധികം യൂസ് വരാത്ത ഒരു സെറ്റപ്പാണ്. DC മില്ലി ആംബിയർ, AC മില്ലി ആംബിയർ. AC മില്ലി ആംബിയർ നമുക്ക് അധികം ഉപയോഗം വരാത്ത കേസ്. ഇനി നമുക്ക് നേരെ തിരിച്ച് 250 വോൾട്ടിലേക്ക് വരുമ്പോൾ ഈ ടോപ്പ് സൈഡിലായിട്ട് കാണിക്കുന്നത് നമ്മുടെ വോൾട്ടേജ് ലെവലാണ്. ഔട്ട്പുട്ട് ലെവൽ വോൾട്ടേജ് എത്ര പോകുന്നുണ്ട്, അതേപോലെ തന്നെ മെഗോം വാല്യൂ ഇവിടെയും കാണിക്കും. എന്തായാലും നമുക്കൊന്ന് വോൾട്ടേജ് കൊടുത്തു നോക്കാം. ഈ ടെസ്റ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ 260 വോൾട്ട് ഇപ്പോൾ ലൈനിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ടിട്ടാണ് ഇപ്പോൾ 0 എന്ന് കാണിച്ചിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു വാല്യൂ അവിടെ നമുക്ക് കാണിക്കും. ഇനി അടുത്ത മോഡൽ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ 250 വോൾട്ടിൽ ആണ് നമ്മൾ പോയത്. ഇനി ഈ സെലക്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് നേരത്തേക്ക്, നമ്മൾ ഈ ടെസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് നേരത്തേക്ക് അതിൽ പവർ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ദീർഘനേരത്തേക്ക് നമുക്ക് ചെക്കിങ്ങിന് അതുകൊണ്ട് സാധിക്കും. അപ്പോൾ 1 മിനിറ്റ് നേരത്തേക്ക് കൃത്യം 250 വോൾട്ട് 260 വോൾട്ട് ആ ലൈനിലേക്ക് പ്രവഹിച്ചിട്ടിരിക്കും. ആ സമയം കൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂവിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതായത് കുറച്ച് നേരം സപ്ലൈ കടന്നു പോയി കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നുള്ളത്, വാല്യൂവിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അത് ഫോൾഡായി. ഇനി നമുക്ക് ഇതിൽ തന്നെ അടുത്ത മോഡൽ നോക്കാം. ഇത് 2 മിനിറ്റ് ആണ്, 2 മിനിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മിനിറ്റ് നേരത്തേക്ക് കടന്നു പോകും. അതിനുശേഷം 10 മിനിറ്റ് ആണ്. പിന്നെ നമ്മൾ പ്രസ് ചെയ്താൽ അപ്പോൾ റിലീസ് ആകുന്ന പോലെ തന്നെ. പിന്നെ അടുത്ത 500 വോൾട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 500 വോൾട്ടിൻ്റെ കൊടുക്കാം. ഉണ്ടോ, 514 വോൾട്ടിലേക്കായി. നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ നമുക്ക് 1 മിനിറ്റ് കൊടുക്കാം. 1 മിനിറ്റ് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 507 വോൾട്ട് ആ 1 മിനിറ്റ് നേരത്തേക്ക് തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അവിടുത്തെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ 1000 വോൾട്ടിൻ്റെ സെറ്റപ്പ്. ഇത് നമ്മൾ അധികം ലെങ്ത്തുള്ള കേബിളുകളൊക്കെ വലിക്കുന്ന സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള പർപ്പസ് ഉള്ളവർക്കാണ് ഇതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിളൊക്കെ അധികം ചെയ്യുകയും അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിലേക്ക് ചെയ്യുകയും ചെയ്യുന്ന സ്ഥലത്താണ് നമുക്ക് ഈ ഹൈ റേഞ്ച് വോൾട്ടേജ് കൊണ്ട് നമുക്ക് ആവശ്യമുള്ളൂ. നോർമലി നമുക്ക് വീടുകളിൽ ടെസ്റ്റിങ്ങിനായിട്ട് 500ൻ്റെ ഇൻസുലേഷൻ ടെസ്റ്റർ തന്നെ ധാരാളമാണ്. അപ്പോൾ മേടിക്കുമ്പോൾ പ്രൈസ് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 5350 ആ ഒരു റേഞ്ചാണ്. കൃത്യമായിട്ട് ഞാൻ ഓർക്കണില്ല കേട്ടോ, അതുകൊണ്ടിട്ടാണ് 5300 ചില്ലറ രൂപയാണ്. അതുകൊണ്ടാണ് കറക്റ്റ് പ്രൈസ് പറയാത്തത്. അപ്പോൾ എന്തായാലും ഇനി ഇതിൻ്റെ വർക്കിംഗ് വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാവും, എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യണമെന്നൊക്കെ. അതെന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഇത്രയൊന്നും വേണ്ടില്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതേപോലെ ടെസ്റ്റിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആയിരിക്കും. ചെറിയൊരു ചില്ലറ കേസ് കാണിച്ചുകൊണ്ട് പോകാനായിട്ട് താല്പര്യമില്ല. കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നല്ല രീതിയിൽ കാണിക്കണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങൾ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി തരാം. അപ്പോൾ വീട്ടോടെ വെച്ചാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ടും കൂടി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും